നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്ന 2012 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. കൊണ്ടിരിക്കുന്ന 2012 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യാതൊരു റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ്സിന്. അതുപോലെ തന്നെ ബോണറ്റ്, സൈഡ് ഫെൻഡർ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫെൻഡറൊക്കെ നോക്കിക്കഴിഞ്ഞാലും സ്ക്രാച്ചസോ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ 90% ടയേഴ്സ് ഫ്രണ്ട് ടയർ ഉണ്ട്. അത് ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറാണ്. 17 ഇഞ്ച് കമ്പനി അലോയ് വീൽസാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ വശങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ബോക്സ് ടൈപ്പ് മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഡോർസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്. അതിൻ്റെ ഷോൾഡർ ലൈൻ, ബോഡി ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് തന്നെ പറയാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ 60% ടയേഴ്സ് ഉണ്ട്. അതും സെയിം ബ്രിഡ്ജിസ്റ്റോൺ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടയറുടെ ജെനുവിൻ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് ഫിലിം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 3 ലിറ്റർ എഞ്ചിനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ 3 ലിറ്ററിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 4x4 ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ലോഗോ, അതുപോലെ തന്നെ ഫോർച്യൂൺ ബാഡ്ജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡബിൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പഞ്ചിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റെപ്പിനി ടയർ വരുന്നത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ടാണ് സ്റ്റെപ്പിനി ടയർ വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടൂൾ കിറ്റ്സ് ഒക്കെ വന്ന സൈഡിൽ നമുക്ക് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ടൂൾ കിറ്റ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. നമുക്കിനി വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ 60% ടയേഴ്സ് ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ചസോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ എബോ 70% ടയേഴ്സ് ഫ്രണ്ട് ടയറും ഉണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ 2012 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 2,59,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, 4 പവർ വിൻഡോസ്, എയർ ബാഗ്സ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് അത്യാവശ്യം നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോറൂമിന് തൊട്ടടുത്തുള്ള റോഡിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. GHS അപ്രോച്ച് റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. വേറെ അടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് റണ്ണിങ് തന്നെയാണ് ഈ വാഹനം എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ 163 bhp പവറും 343 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിന് എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 11.9 കിലോമീറ്ററാണ് ഇതിൻ്റെ എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഒരു വലിയൊരു വാഹനം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ വളരെ ജനസമ്മതിയുള്ളൊരു വാഹനം കൂടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വാഹനം തീർച്ചയായിട്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ന്യൂമർസ് കാർസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് എടുക്കാം. 2012 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 14,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. ന്യൂമർസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് ബാങ്ക് ജംഗ്ഷനിൽ GHS അപ്രോച്ച് റോഡിലും മറ്റേത് പ്രിയദർശിനി റോഡിലുമാണ്. അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് GHS അപ്രോച്ച് റോഡിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.
Yeah. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I won't ever let the doubt creep in.